രാഷ്ട്രപിതാവിനെ വെടിവെച്ചിട്ടവർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹിൽ ഫായിസീൻ ബിറിദല്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ള നാട്ടുകാരെ, NDF-ന്റെ പ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ, കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തെ ആകെ മലീമസമാക്കുന്ന തരത്തിൽ നമ്മുടെ നാട്ടിലെ വാർത്താമാധ്യമങ്ങളും മതേതര രാഷ്ട്രീയ പാർട്ടികളും വർഗീയ സംഘടനകളും മതസംഘടനകളും ഒരുമിച്ചു നിന്നുകൊണ്ട് ഒരേ സ്വഭാവത്തിൽ കേരളം ഒരു ഭീകര രാജ്യമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഏതോ ചില ഗൂഢതന്ത്രത്തിന്റെ ഭാഗമായി, അതല്ലെങ്കിൽ ഏതെങ്കിലും ചില ഏജൻസികളുടെ താൽപര്യത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് NDF കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ സത്യാവസ്ഥ കേരളത്തിലെ ജനങ്ങളുമായി പങ്കുവെക്കാൻ ഇത്തരം ചില പരിപാടികൾ ആസൂത്രണം ചെയ്തത്. നമുക്കറിയാം, ഈ അടുത്ത ആഴ്ചകളിലായി കേരളത്തിൽ ഓരോ ദിവസവും ചൂടേറിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ വൈകി കിടന്നുറങ്ങുമ്പോൾ കേൾക്കുന്ന വാർത്തകളല്ല പിറ്റേ ദിവസം രാവിലെ ഉണരുമ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പലതരം വാർത്തകൾ കേട്ടുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഒരു വേള പരിഭ്രാന്തരായി. ഒരു കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമാധാനപൂർണമായ ജീവിതം നയിക്കാൻ സാധിക്കുന്ന സംസ്ഥാനം എന്ന് പേരുള്ള കേരളം വിട്ട് ഇനി മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തേക്ക് പലായനം ചെയ്യേണ്ടി വരുമോ എന്ന് പോലും ഭയപ്പെടുത്തുന്ന തരത്തിൽ നമ്മുടെ രാജ്യത്തെ വാർത്താമാധ്യമങ്ങൾ, രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാര്, പോലീസ് ഉദ്യോഗസ്ഥന്മാര് തുടങ്ങിയവര് നിരന്തരമായ കുപ്രചാരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലേറ്റവും വലിയ പ്രധാനമായ ഒരു വിഷയമായിരുന്നു കേരളത്തിലെ 4 പേർ കാശ്മീരിൽ പോയി ഇന്ത്യയുടെ സൈന്യവുമായി ഏറ്റുമുട്ടുകയും അവിടെ വെച്ച് രക്തസാക്ഷികളാവുകയും ചെയ്തു എന്ന് വാർത്ത. ആദ്യം പറഞ്ഞു 2 പേര് കേരളത്തിൽ നിന്ന് പോയി അവിടെ മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നീട് 2 പേര് കൂടി ഉണ്ട് എന്ന് പറയുന്നു. അതന്വേഷിക്കാൻ വേണ്ടി കേരളത്തിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉടൻ തന്നെ കാശ്മീരിലേക്ക് പോകുന്നു. അദ്ദേഹം കൃത്യമല്ലാത്ത എന്നാൽ സംശയിക്കാവുന്ന തരത്തിലുള്ള വാർത്തകൾ അവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കൈമാറുന്നതിനു മുമ്പ് കേരളത്തിലെ ചില വാർത്താമാധ്യമങ്ങൾക്ക് നൽകി അവർ പൊടിപ്പും തൊങ്ങലും വെച്ച് വലിയ വാർത്തകളായി കേരളത്തിലെ ജനങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. വാർത്ത വന്നപ്പോഴേക്ക് ആളുകൾ മുഴുവനും തന്നെ ചാടി രംഗത്തേക്കിറങ്ങി. കാരണം NDF ഈ അടുത്ത കാലത്തായി പതുക്കെ പതുക്കെ വളരുന്നത് കണ്ട് സഹിക്കാതെ ദഹിക്കാതെ വീർപ്പ് മുട്ടി നിൽക്കുന്ന ചില ആളുകൾ കാശ്മീരിൽ ഏതോ 4 ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു, അവര് മലയാളികളാണ് എന്ന് കേട്ടതോടുകൂടി ഇത്രയും കാലം ദഹിക്കാതെ വീർപ്പ് മുട്ടിവെച്ചത് മുഴുവനും തന്നെ മാധ്യമങ്ങളുടെ മുമ്പാകെ വന്ന് ഛർദ്ദിക്കുന്ന ദയനീയമായ ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ആഴ്ചകളിൽ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഓരോ നേതാവും തോന്നിയത് പറയാൻ തുടങ്ങി. അതിലേറ്റവും വലിയ വമ്പനായിരുന്നു നമ്മുടെ കേരളത്തിലെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ, അതല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ മതേതര രാഷ്ട്രീയ കക്ഷി എന്ന് പറയുന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് പിണറായി വിജയൻ. BJP-യുടെ നേതാവ് ആദ്യമേ പറഞ്ഞു അത് അദ്ദേഹത്തിന്റെ ഒരു ഡ്യൂട്ടിയാണ്. അദ്ദേഹം അത് പറഞ്ഞു കഴിഞ്ഞപ്പോ പിണറായി വിജയൻ രംഗത്ത് വന്നു.
പിണറായിയും കൃഷ്ണദാസും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവര് കൊരക്കുന്നതിനനുസരിച്ച് ഓളിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് വാലില്ലേ എന്ന ആളുകൾ സംശയിക്കുമോ എന്ന് തെറ്റിദ്ധരിക്കുന്ന നമ്മുടെ സമുദായത്തിലെ ചില നേതാക്കന്മാരും കൂടെ ഓളിയിടാൻ തുടങ്ങി. കാര്യമെന്തെന്നറിയാതെ അവരും പ്രസ്താവന പുറപ്പെടുവിച്ചു. അവര് പ്രസ്താവന പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആലിമീങ്ങൾക്ക് നിക്കക്കള്ളിയില്ല. അവര് നിലത്ത് നിന്ന് മിമ്പറിൽ കയറിയിട്ട് പറഞ്ഞു, തീവ്രവാദം ഇസ്ലാമിലില്ല, ഇസ്ലാം തീവ്രവാദികളുടെ മതവുമല്ല, കാശ്മീരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് പ്രസംഗിക്കുമ്പോ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ് എന്ന കാര്യം പോലും പലരും മറന്നുപോവുക. എന്തിനാ കാശ്മീരുമായിട്ട് ബന്ധമില്ല എന്ന് പറയുന്നത്? ആർക്കാ പേടി? ഞങ്ങളിപ്പോഴും ആളയിട്ട് പറയുന്നു, NDF-കാർക്ക് കാശ്മീരുമായി ബന്ധമുണ്ട്. കാരണം കാശ്മീർ ഇന്ത്യ രാജ്യത്തിന്റെ ഭാഗമാണെങ്കിൽ ആ കാശ്മീരിലും പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനം ഞങ്ങൾ നടത്തുക തന്നെ ചെയ്യും. കാശ്മീർ എന്ന് ഒറ്റ വാക്ക് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ കേരളത്തിലോ ഇന്ത്യയിലോ ഇന്ന് ജനിച്ച ഒരു നേതാവും വളർന്നിട്ടില്ല. അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. കാശ്മീർ എന്ന് കേൾക്കുമ്പോഴേക്ക് ഞങ്ങൾ ഭയപ്പെടൂല. അതുകൊണ്ടാണ് ഈ നാലാളുകൾ കാശ്മീരിൽ പോയി മരിച്ചു എന്ന് കേട്ടപ്പോ ചില രാഷ്ട്രീയ നേതാക്കന്മാര് വിറതുള്ളിയപ്പോ NDF-ന്റെ നേതാക്കന്മാര് ശാന്തമായിട്ട് ചിരിച്ചിരുന്നു. അങ്ങനെ എത്ര ആള് കാശ്മീരിൽ മരിക്കണം? എത്ര ആള് കാശ്മീരിൽ മരിക്കണോ? അവരെ നേരിടാനല്ല ഇന്ത്യൻ സൈന്യം ഇന്ത്യ രാജ്യത്തിന്റെ ബജറ്റിന്റെ ഏറ്റവും വലിയ ഒരു ശതമാനം ചെലവഴിക്കുന്നത് നമ്മുടെ മലയാളിയായ AK ആന്റണിയുടെ പ്രതിരോധ വകുപ്പ്. അവരാ സംഖ്യ മുഴുവനും ചെലവഴിക്കുന്നത് കാശ്മീരിലെ ഈ രാജ്യത്തിന് വേണ്ടി പോരാടാനാ. അവിടെ പോയിട്ട് 4 ആള് മരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെന്താ? അതൊരു വലിയ സംഗതിയായിട്ട് മനുഷ്യന്മാരെ പേടിപ്പിക്കാൻ പുറപ്പെടും. മാത്രമല്ല കേരളത്തിലേക്ക് പിന്നെ ഒരു മനുഷ്യന് വരാൻ പാടില്ലാതായി. ഒരു ദിവസം ഒരു വലിയ വാർത്ത, പാതിരാക്ക് മലയാള ചാനലുകൾ വാർത്ത വിട്ടുകൊണ്ടിരിക്കുകയാണ്. ജാർഖണ്ഡിൽ നിന്ന് 2 പേര് കേരളത്തിലേക്ക് വന്നു. അവരെ പോലീസ് പിടികൂടിയിരിക്കുന്നു. അവർക്ക് ആതിഥ്യം കൊടുത്തത് NDF-ന്റെ പ്രവർത്തകരാണ്. പോരാത്തതിന് തേജസിന്റെ ലേഖകനും. പിറ്റേ ദിവസം വാർത്തയൊന്നുമില്ല. കാരണം അദ്ദേഹം തേജസിന്റെ ലേഖകനല്ല, കോയമ്പത്തൂരിൽ IT-ക്ക് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അവന്റെ കൂടെ കേരളം എന്ന് പറഞ്ഞാൽ എന്തോ വലിയ സംഗതിയാണ് എന്ന് നമ്മുടെ കോടിയേരി ബാലകൃഷ്ണന്റെ ടൂറിസം വകുപ്പ് ഇന്ത്യ രാജ്യം മുഴുവനും നടന്ന് പറയാ. അത് കേട്ടപ്പോ ഈ കുട്ടികൾക്കൊരു കമ്പെന്ന അതൊന്ന് കണ്ടുകളയാ. കാരണം തമിഴ്നാടിന്റെ അടുത്തല്ലേ. അങ്ങനെ കേരളത്തിലേക്ക് വന്നപ്പോ നമ്മുടെ നാട്ടിലിപ്പോ IB-യുടെയും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് നാട്ടിലെ ചില സഖാക്കളാ. അവര് പരിചയമില്ലാത്ത ആൾക്കാരെ കാണുമ്പോ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയും. ഉടൻ തന്നെ പോലീസ് ഓടി വരും. പോലീസ് ഓടി വന്നിട്ട് പിടിച്ചിട്ട് അവരോട് ചോദിക്കുമ്പോ അവര് സത്യം പറയും. പക്ഷെ അതൊന്നും കേൾക്കാൻ ഒഴിവില്ലാതെ വാർത്താ മാധ്യമങ്ങൾ പതിവ് പോലെ മുസ്ലിം സമുദായത്തെ കരിവാരി തേക്കാനുള്ള കള്ളക്കഥകൾ അടിച്ചുവിടൽ തുടങ്ങിയിട്ടുണ്ടാകും. ഇവിടെ സത്യത്തിൽ ഈ 4 ആളുകൾ മരിച്ചു എന്ന് കേട്ടപ്പോഴേക്ക് ഒരുപാട് സംശയങ്ങൾ, നേരത്തെ ഫൈസി സൂചിപ്പിച്ചു, ഒരുപാട് സംശയങ്ങൾ. പിന്നെ ഫൈസി ഇവിടെ ഒരു സംശയം ചോദിച്ചു, പട്ടാളക്കാർക്ക് പരിക്ക് പറ്റിയോന്ന്. പട്ടാളക്കാർക്ക് പോയിട്ട് ഈ തീവ്രവാദികളോട് ഏറ്റുമുട്ടുന്ന പോലീസുകാർക്ക് പോലും പരിക്ക് പറ്റാറില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. AK-47 കൈകാര്യം ചെയ്യാൻ കഴിയുന്ന അതിസമർത്ഥരായ ഭീകരരെ വെടിവെച്ച് കൊല്ലാൻ പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇന്നേ വരെ പരിക്ക് പറ്റിയിട്ടില്ല. അവസാനം ഈ ശർമ്മ കൊല്ലപ്പെട്ടതൊഴിച്ച്. അത് തന്നെ വലിയൊരു അത്ഭുതത്തിലുള്ള വെടിവെപ്പായിരുന്നു. മുന്നിൽ നിന്ന് വെടികൊണ്ടു, പിന്നിലാണ് തുളഞ്ഞു കയറിയത്. അത് വേറെ സംഗതി. എന്ന് വെച്ചാൽ വളരെ ദുരൂഹമായ ഒരു സംഭവം. അപ്പോ ഉടൻ തന്നെ പിണറായി പറഞ്ഞു, NDF ഭീകരവാദികൾക്ക് വേണ്ടി ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസിയാണ് എന്ന് പറഞ്ഞു. പിണറായി അങ്ങനെ, അദ്ദേഹത്തിന് ഭഗവാൻ പരമശിവന് തൃക്കണ്ണുള്ളതുപോലെ നമുക്കില്ലാത്ത ഒരു ഇന്ദ്രിയമുണ്ട്. അതുകൊണ്ട് ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും. അദ്ദേഹം വളരെ പെട്ടെന്ന് കണ്ടുപിടിച്ചു. ഇങ്ങനെ അദ്ദേഹം ഒരുപാട് കണ്ടെത്തലുകൾ ഇതിനു മുമ്പും നടത്തിയിട്ടുണ്ട്.
പണ്ട് കേരളത്തില് 60ഓളം സ്ഥലങ്ങളിൽ NDF-ന് സായുധ പരിശീലന കേന്ദ്രങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹം ഇവിടുത്തെ വിദ്യുത് ശക്തി വകുപ്പ് മന്ത്രിയാ. മുഖ്യമന്ത്രിയുടെ തൊട്ട് താഴെയായി പാർട്ടിയുടെ ഉന്നതനായി ഭരണകൂടത്തിൽ വിലസുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു 60ഓളം പരിശീലന കേന്ദ്രങ്ങളുണ്ട്. അന്ന് NDF-ന്റെ നേതാക്കന്മാര് പിണറായി വിജയനെ ജനസമക്ഷത്തിങ്കൽ വെച്ച് വെല്ലുവിളിച്ചു. ധൈര്യമുണ്ടെങ്കിൽ 60 സ്ഥലം ഏതാണെന്ന് തുറന്നു പറയണം. അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് ഭരിക്കുന്നത്. അദ്ദേഹം ആവശ്യപ്പെട്ടാൽ അന്വേഷണം നടത്താൻ ഏജൻസികൾ തയ്യാറാണ്. ഞങ്ങളുടെ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു എന്നല്ലാതെ ഇതുവരെ 60 പരിശീലന കേന്ദ്രങ്ങൾ പോയിട്ട് 6 പരിശീലന കേന്ദ്രങ്ങളോ ഒരു പരിശീലന കേന്ദ്രം പോലും തുറന്നു പറയാൻ സഖാവ് പിണറായിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. പക്ഷെ അന്ന് അദ്ദേഹം അങ്ങനെ ഒരു വെടിപൊട്ടിച്ചു. അത് കഴിഞ്ഞ് മാറാട് സംഭവമുണ്ടായി. പിറ്റേ ദിവസം കോഴിക്കോട് വന്ന് പിണറായി വിജയൻ പറഞ്ഞു മാറാട് സംഭവത്തിന്റെ പിന്നിൽ NDF-കാരാണ് എന്ന്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അത് പറയാൻ പ്രേരിപ്പിച്ചത്? NDF-കാർക്ക് മാറാട് സംഭവത്തിൽ പങ്കുണ്ടായതുകൊണ്ടല്ല, മറിച്ച് പിന്നീട് മാറാട് കേസിലെ ആളുകളെ പിടികൂടിയപ്പോ ആ പിടികൂടിയ ആളുകൾ ഏതു പാർട്ടിക്കാരാണ് എന്ന് അന്നത്തെ മുഖ്യമന്ത്രി AK ആന്റണി നിയമസഭയിൽ ഓരോ പ്രതികളുടെയും പാർട്ടികൾ വേറെ വേറെ പ്രഖ്യാപിച്ചപ്പോ 100 ചില്ലാനം പ്രതികളിൽ 40-ലേറെ പ്രതികൾ സഖാവ് പിണറായി വിജയന്റെ പാർട്ടിക്കാരാണ് എന്ന് നമുക്ക് മനസ്സിലായപ്പോഴാണ് പിണറായി ആദ്യമേ NDF-ന്റെ പേര് പറഞ്ഞതിന്റെ പൊരുൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുപോലെ ഇപ്പോ അദ്ദേഹം ഉടൻ തന്നെ പറഞ്ഞു 4 ആളുകൾ അവർ NDF-ഉമായിട്ട് ബന്ധമുള്ള ആളുകളാണ്. NDF ഭീകരവാദത്തിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസിയാണ്. ഞങ്ങൾ ചോദിക്കട്ടെ, ഈ 4 ആളുകൾ ആരാ? നിങ്ങളുടെ ജില്ലക്കാരൻ ഒരു പുതിയതായിട്ട് ഇസ്ലാമിലേക്ക് വന്ന ഒരുത്തൻ ഈ വിഷയത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പോലീസ് പറയുന്നു. അത്രേ പറയുള്ളൂ. കാരണം ഞാൻ ആധികാരികമായിട്ട് പ്രസംഗിക്കില്ല. കാരണം അവര് നാളെ ചിലപ്പോൾ തീവണ്ടി ഇറങ്ങി രാവിലെ വീട്ടിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് പിന്നെ ഇവരെന്താ ഈ പ്രസംഗിച്ചിരുന്നത് നാളെ എന്നോട് ചോദിക്കരുത്. അതുകൊണ്ട് എനിക്കൊരു ഗ്യാരണ്ടിയില്ല. പക്ഷേ ആരോപിക്കപ്പെടുന്നത് ഒരുത്തൻ എറണാകുളത്തുകാരനാണ്. നിങ്ങൾക്കറിയാമല്ലോ അദ്ദേഹത്തിന്റെ ഗുണ്ടാ ഗ്രൂപ്പ് ഏതാണ്? ആ ഗുണ്ടാ ഗ്രൂപ്പിനെ എറണാകുളത്തെ തീറ്റ കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ആർക്കാ അറിയാത്തത്? ഇന്ന് NDF ഭീകരവാദത്തിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന സഖാവ് പിണറായി വിജയന്റെ പാർട്ടിയാണ് ഈ പറയുന്ന ഗുണ്ടകളെ എറണാകുളത്തെ തീറ്റ കൊടുത്ത് വളർത്തിയിരുന്നത്. അതുപോലെ കണ്ണൂരിൽ കൊല്ലപ്പെട്ട വിദ്വാൻ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രകടനങ്ങളിൽ സജീവമായി പങ്കെടുത്തിരുന്നവൻ, പരപ്പനങ്ങാടിയിൽ നിന്ന് കൊല്ലപ്പെട്ടവൻ, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കും റിബലായി CPM-ന്റെ പിന്തുണയോടുകൂടി മത്സരിച്ചവൻ. ഇതെല്ലാം പിണറായി മുന്നിൽ കണ്ടുകൊണ്ട് ആദ്യമേ എറിഞ്ഞു ഇവർക്ക് NDF-ഉമായിട്ട് ബന്ധമുണ്ട്. ഇവരുടെ NDF ബന്ധം സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല എന്ന് കണ്ടപ്പോ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചുകൂട്ടി ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന പാലോളി പറഞ്ഞു ഇവർക്ക് യാതൊരു സംഘടനയുമായും ബന്ധമില്ല എന്ന് വെച്ചാൽ NDF-ഉമായിട്ട് ബന്ധമുണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ വേറൊരു സംഘടനയായിട്ടും ബന്ധമില്ല. ഞങ്ങൾ പറയണത് എന്താ വെച്ചാൽ NDF-ഉമായിട്ട് ബന്ധമില്ല, പക്ഷെ അവർക്ക് വേറെ ചില ആളുകളുമായി ബന്ധമുണ്ട്. അത് പറയാൻ, അവരുടെ രാഷ്ട്രീയ ബന്ധം തുറന്നു പറയാൻ തന്റെ ഇടമുണ്ടെങ്കിൽ മുന്നോട്ട് വരാൻ പിണറായി വിജയനെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാ. കാരണം പിണറായി വിജയൻ അതിനുള്ള ധൈര്യമില്ല എന്ന് ഞങ്ങൾക്കറിയാം. കാരണം അദ്ദേഹത്തിന് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചില പദ്ധതികളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാമുദായിക രാഷ്ട്രീയ പാർട്ടിക്ക് അവസാനത്തെ ആണിയടിക്കാൻ അദ്ദേഹത്തിന് ഈ സമുദായത്തിൽ നിന്ന് തന്നെ ചിലരെ കിട്ടേണ്ടതുണ്ട്. അതിനുവേണ്ടി കടപ്പുറത്ത് വെച്ചുണ്ടാക്കിയ ഒരു അവിശുദ്ധ രാഷ്ട്രീയ സഖ്യത്തിലേക്ക്
ആളുകള് പോകുന്നു. ഈ പ്രതികൾ അത്തരം പാർട്ടികളുടെ ബന്ധമുള്ള ആളുകളാണ് എന്ന് വരുമ്പോ അദ്ദേഹത്തിന് വേണ്ടി ചാടി തടുക്കാൻ പിണറായി രംഗത്ത് വന്നു എന്നതല്ലേ വാസ്തവം? എന്താ ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒഴിവാകല്? LDF അതുകൊണ്ട് പറയാൻ പുറപ്പെടുന്നത് ബന്ധമുണ്ട് എന്നാണ്. അവർക്ക് ചില പാർട്ടികളുമായി ബന്ധമുണ്ട്, അവർക്ക് ചില സംഘടനകളുമായി ബന്ധമുണ്ട്. അവർ മരിച്ചിട്ടുണ്ടെങ്കിൽ, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബന്ധമുണ്ട്. പക്ഷെ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ ബന്ധം ഗൗരവമുള്ളത് തന്നെയാണ്. അന്വേഷിക്കാൻ പിണറായി ധൈര്യമുണ്ടോ? പക്ഷെ പിണറായി അന്ന് മിണ്ടിയതിനു ശേഷം പിന്നെ മിണ്ടിയിട്ടില്ല. അതിന്റെ ഇടയ്ക്ക് അദ്ദേഹം ഒരിക്കൽ ബാലുശ്ശേരിയിൽ വെച്ച് പ്രസംഗിച്ചു, LDF-കാർക്ക് മാപ്പില്ല എന്നാ പറഞ്ഞു. ആ പ്രസ്താവന കണ്ടപ്പോ എനിക്ക് ചെറിയൊരു സംശയം. ഞാൻ പഴയ പത്രതാളുകളൊക്കെ ഒന്നുകൂടി വായിച്ചു നോക്കി. കാരണം ഈ അടുത്ത ദിവസം നമ്മുടെ വത്തിക്കാനിലെ ബെനഡിക്ട് 16 മാർപ്പാപ്പ പരിശുദ്ധയായി പ്രഖ്യാപിച്ചത് അൽഫോൺസാമയെ തന്നെയല്ലേ, അതോ അബദ്ധവശാൽ പിണറായി എങ്ങാനുമാണോ എന്ന് തോന്നി അദ്ദേഹത്തിന്റെ കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാപ്പില്ല എന്ന പ്രഖ്യാപനം കേട്ടപ്പോ, അള്ളാഹു പോലും മനുഷ്യന്മാർക്ക് മാപ്പ് കൊടുക്കും. പക്ഷെ ഈ പാർട്ടി സെക്രട്ടറി ഉണ്ടല്ലോ, ആർക്ക് മാപ്പ് കൊടുത്താലും LDF-കാരെ നിങ്ങൾക്ക് മാപ്പ് തരില്ല എന്നാ പറയുന്നത്. ആരാണ് സുഹൃത്തെ താങ്കളുടെ മാപ്പ് ചോദിച്ചു വന്നത്? നിങ്ങൾ ഈ ജനങ്ങൾക്ക് മുഴുവൻ മാപ്പ് കൊടുക്കാൻ ആരാണ് നിങ്ങൾ കേരളത്തിലെ? വെറുതെ കയറിയ ആളാവും. ആരെങ്കിലും ചോദിച്ചോ മാപ്പ് തരണം പിണറായി, ഞങ്ങളുടെ പ്രവർത്തകർക്കൊരു അബദ്ധം പറ്റി എന്ന് ഏതെങ്കിലും ഒരു LDF-കാരൻ AKG സെന്ററിൽ ചെന്ന് പിണറായി വിജയനോട് ചോദിച്ചോ അദ്ദേഹം മാപ്പില്ലാതെ പ്രഖ്യാപിക്കാൻ? ഇതാണ് ഒരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന്റെ റോള്. എന്നിട്ട് അദ്ദേഹം പറയുന്നു LDF ഒരു ദുരൂഹ സംഘടനയാണെന്നാ പറയുന്നത്. LDF രൂപീകരിച്ച കാലം തൊട്ട് LDF-ന്റെ നയപരിപാടികൾ കിട്ടാവുന്ന വേദികളിൽ വെച്ച് വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് LDF രൂപീകരിച്ചത്? എന്താണ് ഇന്ത്യ രാജ്യത്തെ ജനങ്ങളോട് LDF പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഇന്ത്യയിൽ LDF നടപ്പിലാക്കാൻ പോകുന്നത്? വളരെ കൃത്യമായി ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായ LDF ഒരു ദ്വൈവാരിക നടത്തുന്നു, പത്രം നടത്തുന്നു. ദ്വൈവാരികയിലൂടെ, പത്രത്തിലൂടെ ഇന്ത്യ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളുമായി സംവദിച്ചു കൊണ്ടിരിക്കുകയായ LDF. അതല്ലാതെ ഇവിടുത്തെ ജനവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാനോ മതവിദ്വേഷം വളർത്തുന്ന പ്രഖ്യാപനങ്ങളോ പ്രസ്താവനകളോ നടത്തുന്ന ഒരു സംഘടനയല്ല LDF. എന്നിട്ടും ദുരൂഹത എന്ന് പറയുന്നു. സത്യത്തിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു നേതാവിന് ദുരൂഹതയുണ്ടെങ്കിൽ അത് പിണറായി വിജയന് മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ വെറുതെ അദ്ദേഹത്തിനോടുള്ളൊരു ദേഷ്യമൊന്നുമല്ല ഈ പറയാൻ കാരണം. നിങ്ങൾ ഓരോ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് സിംഗപ്പൂരിലേക്ക് പോകുന്നു. അത് ചോദിച്ചാൽ അദ്ദേഹം പറയും ഞാനല്ലാതെ വേറെ എവിടേക്കാ പോവുക, റഷ്യപ്പം ഇല്ല, ചൈനയാണെങ്കിൽ മൈൻഡ് ചെയ്യണില്ല, ഇങ്ങനെയൊക്കെ പറയാം. പക്ഷെ ക്യൂബയിലേക്ക് പോയിക്കൂടെ? ക്യൂബയിലേക്ക് പോകാം. അതല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോഴതാ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ സംഘടിച്ചിരിക്കുന്നു, അങ്ങോട്ട് പോയിക്കൂടെ? അവിടേക്കൊന്നും പിണറായി പോവില്ല. പിണറായി ഇടയ്ക്കിടയ്ക്ക് സിംഗപ്പൂരിൽ പോകും. സിംഗപ്പൂരിൽ ആരാ ഉള്ളത്? അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട ആളുകൾ തന്നെ ആരോപിക്കുന്നത് പോലെ കേരളത്തിലെ ചില കോടീശ്വരന്മാരെ അവിടെ തമ്പടിക്കുകയും അവരും ഇവരും തമ്മിൽ ചില അവിശുദ്ധ ബന്ധങ്ങളുണ്ടെന്ന് പാർട്ടി തന്നെ ആരോപിക്കുന്നു. അവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകും. പിന്നെ കയ്യിൽ വെടിയുണ്ട, ഇതാണ് ഒന്നുള്ളത്. എന്തിനാണ് ഇതൊക്കെ? ആയിരക്കണക്കിന് രക്തം നൽകാൻ തയ്യാറുള്ള പാർട്ടി സഖാക്കളുടെ പിന്തുണയുള്ള സഖാവ് പിണറായി വിജയൻ എന്തിനാണ് ഈ വെടിയുണ്ടയുമായി നടക്കുന്നത്? ഒക്കെ പോട്ടെ, അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ. ഏതെങ്കിലും ഒരു പാർട്ടി നേതാവിന്റെ വീട് കാണാൻ പാർട്ടി അനുയായികൾക്ക് അവകാശമില്ലാത്ത ഏതെങ്കിലും ഒരു നേതാവിനെ നിങ്ങൾക്ക് ഈ കേരളത്തിൽ കാണാൻ സാധിക്കും? നിങ്ങൾ ആലപ്പുഴയിൽ അച്യുതാനന്ദന്റെ വീട്ടിലേക്ക് പോയി നോക്കൂ. വീട്ടിലാളില്ലാത്തതുകൊണ്ട് ചായ ഒന്നും കിട്ടൂല, പക്ഷെ നിങ്ങൾക്ക് വീട് കാണാം. മറ്റു കേരളത്തിലെ മറ്റു നേതാക്കന്മാരുടെ വീടുകളിലേക്ക് പോകൂ. ഉമ്മൻചാണ്ടിയുടെ വീട്ടിലേക്ക് ചെന്നോ, കാണാം. ഈ ദുരൂഹതയുണ്ട് എന്ന് ആരോപിക്കുന്ന LDF-ന്റെ നേതാക്കന്മാരുടെ വീട്ടിലേക്ക് നിങ്ങൾ ചെന്ന് നോക്കൂ. അവർ നിങ്ങൾക്ക് ചായ തരും, കാര്യങ്ങൾ സംസാരിക്കും, പറഞ്ഞയക്കും. പക്ഷേ
പിണറായി വിജയന്റെ വീട് കാണാൻ കോഴിക്കോട് ജില്ലയിലെ മേപ്പയൂരിൽ നിന്ന് പാവപ്പെട്ട കുറച്ച് സഖാക്കള് ഞങ്ങളുടെ കണ്ണിലുണ്ണിയായ നേതാവ് പാർക്കുന്ന ആ വീടൊന്ന് കണ്ട് സായൂജ്യമടയണം എന്ന് വിചാരിച്ച് ഒരു ജീപ്പ് എടുത്തിട്ട് കോഴിക്കോട്ടുനിന്ന് പിണറായിയിലേക്ക് പോയപ്പോ അവർക്ക് കിട്ടിയത് എന്താണെന്നറിയുമോ? പാർട്ടിയിൽ നിന്ന് സസ്പെൻഷൻ. എന്താ അദ്ദേഹത്തിന്റെ വീട് പാർട്ടിക്കാർക്ക് കാണാൻ കൊള്ളാത്ത അവസ്ഥയിലാണോ നിൽക്കുന്നത്? എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ വീട് കണ്ടാൽ പാർട്ടി സഖാക്കൾ ചോദിക്കും, അതല്ല സഖാവേ, യാതൊരു വരുമാനവുമില്ലാത്ത പാർട്ടിയിൽ നിന്ന് കിട്ടുന്ന അലവൻസ് അല്ലാതെ മറ്റൊന്നുമില്ലാത്ത താങ്കൾ എങ്ങനെ ഇറ്റാലിയിൽ നിന്നും ഇറക്കുമതി ചെയ്ത മാർബിൾ ഉപയോഗിച്ച് കൊട്ടാരം പോലെയുള്ള ഒരു വീട് പണിതു എന്ന് ചോദിക്കും. അദ്ദേഹമാണ് എന്നിട്ട് പറയുന്നത് NDF ഭയങ്കര ദുരൂഹമായ ഒരു സംഗതിയാണ്. അദ്ദേഹം അങ്ങനെ ഇപ്പൊ ഏതായാലും അവസാനിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, രംഗം വഷളാകാൻ തുടങ്ങിയപ്പോ പലരും രംഗത്ത് വന്നു. വേറൊരു വിദ്വാൻ പറഞ്ഞു NDF വോട്ട് വേണ്ട. ഓരോരുത്തരും അങ്ങനെയാണല്ലോ. ഈ ചില ഏതോ ഒരു മാസമുണ്ട്, അതിലാണ് എല്ലാ ഞാഞ്ഞളും പാമ്പാവെന്ന് കേട്ടിട്ടുണ്ട്. എല്ലാ ഞാഞ്ഞളും ഈ ഒരു സംഗതി, ഞാഞ്ഞൂലുകൾ പാമ്പാകുന്ന ഒരു കാലഘട്ടം. അദ്ദേഹം പറഞ്ഞു NDF വോട്ട് വേണ്ടാന്ന്. അദ്ദേഹത്തിനോട് ഞാനൊന്നും പറയണില്ല. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു NDF നിരോധിക്കണം. അവിടെയാ പ്രശ്നം. അത് കേട്ടപ്പോ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് കുറച്ചും കൂടി പക്വതയുള്ള ആള് പറഞ്ഞു, NDF നിരോധിക്കുകയാണെങ്കിൽ, നിരോധിക്കണ്ട എന്ന അഭിപ്രായമില്ല, ആണെങ്കിൽ ബജ്റംഗ്ദളിനെയും കൂടി ഒന്ന് നിരോധിക്കണം. RSS കുറിച്ച് മിണ്ടുന്നില്ല. എന്ന് വെച്ചാൽ RSSും ബജ്റംഗ്ദളും വിശ്വ ഹിന്ദു പരിഷത്തും ഒരേ തൂവൽ പക്ഷികളാണ്. അവയെ നിരോധിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. മറിച്ച് അവർ ചെയ്യുന്ന ഭീകര പ്രവർത്തനങ്ങൾക്ക് നിയമ നടപടികളാണ് എടുക്കേണ്ടത് എന്ന തിരിച്ചറിവില്ലാതെ കിട്ടിയ സന്ദർഭത്തിൽ NDF കൊട്ടാൻ വേണ്ടി NDF നിരോധിക്കണം, കൂടെ ബജ്റംഗ്ദളും വേണമെങ്കിൽ നിരോധിച്ചോളൂ എന്ന ഒരു ഔദാര്യം പ്രഖ്യാപിക്കുന്ന ഒരു ദയനീയ സംഗതി. ഞങ്ങൾ ചോദിക്കട്ടെ, ആരെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? സമുദായത്തിന്റെ കാര്യം നട്ടലോടുകൂടി എണീറ്റ് നിന്ന് പറയാൻ ആരെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? അതല്ലെങ്കിൽ ആരാണ് നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്? നിങ്ങളത് തുറന്നു പറയൂ. ഈ രാജ്യത്തെ മുസ്ലിം സമൂഹം നിങ്ങളോടൊപ്പം നിൽക്കാം. ആരാണ് നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ തുറന്നു പറയണം. അതല്ലാതെ ആരെയോ പ്രീതിപ്പെടുത്താൻ വേണ്ടി മുസ്ലിം സമുദായത്തിന്റെ സ്റ്റേജിൽ കയറി മുസ്ലിം സമുദായത്തിനെ ഷണ്ഡീകരിക്കുന്ന സംസാരങ്ങൾ നടത്തിപ്പോകരുത്. എന്തൊക്കെയാ? ഫയാസിന്റെ ഉമ്മ പറഞ്ഞു എനിക്കവനെ കാണേണ്ടതാണ്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ചില പാരമ്പര്യങ്ങളുണ്ട്. ഈ രാജ്യത്തിന് വേണ്ടി പോരാടാൻ തയ്യാറാകാത്ത മക്കളോട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകാൻ പറഞ്ഞ മാതാപിതാക്കളുണ്ട് ഈ സമുദായത്തില്. രാജ്യത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിയ മക്കളെ കാണേണ്ട എന്ന് പ്രഖ്യാപിക്കാനുള്ള തന്റെ ഇടവും ഈ സമുദായത്തിലെ ഉമ്മമാർക്കുണ്ട്. നേരത്തെ മൗലാന മുഹമ്മദ് അലിയുടെ ഉമ്മ അത് തെളിയിച്ചിട്ടുണ്ട്. രാജ്യത്തിന് വേണ്ടി പോരാടാൻ മകനോട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഒരുപാട് ധീരദേശാഭിമാനികളുടെ ഉമ്മമാർ അതേ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അത് ഈ സമുദായത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമായ ഒരു ധീരതയാ. അത് സവർക്കറുടെ മാതാവിന് പറയാൻ ചങ്കൂറ്റം കാണില്ല, ഗോഡ്സെയുടെ അമ്മക്ക് പറയാൻ ചങ്കൂറ്റം കാണില്ല.